മാഹി ബൈപ്പാസിൽ ടോൾ വർദ്ധിപ്പിച്ചതിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം. കണ്ണൂരിലെ ദേശീയപാത അതോറിറ്റി ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. പാതി വഴിയിൽ തിരിച്ചുവിടുന്ന റോഡിന് ടോൾ ഏർപ്പെടുത്തിയത് തന്നെ അനീതിയാണെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇതിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കണ്ണൂരിലെ മേഖലാ ദേശീയപാത അതോറിറ്റി ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഓഫീസിന് അകത്ത് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. പണിതീരാത്ത റോഡിന് ടോൾ പിരിക്കുന്നത് തന്നെ അന്യായമാണെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. പാതി വഴിയിൽ തിരിച്ചുവിടുന്ന റോഡിനാണ് ടോൾ വർദ്ധിപ്പിക്കുന്നത്. ഇത് ധിക്കാരപരമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഉപരോധം ജില്ലാ പ്രസിഡന്റ് കെ ഷിനാജ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി അവരുമായി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്ന രൂപത്തിലാണ് നമ്മൾ വിരലെണ്ണാവുന്ന പ്രവർത്തകരുമായി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുന്നതിന് വേണ്ടിയും ആ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വലിയ കോട്ടമതിലുകളൊക്കെ ഗേറ്റുകളൊക്കെ ബന്ദ് ചെയ്ത് അതിൻ്റെ മുന്നിൽ പോലീസിൻ്റെ ബന്ദോബസ്തിൽ നമ്മുടെ CI ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥൻ SP-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പോലീസ് ബന്ദോബസ്ത് വേണം എന്ന വിഷയത്തിൽ ടോൾ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെ ഭയന്ന് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഈ കണ്ണൂരിലെ പോലീസ് അധികാരികളെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും ഈ കൊത്തളങ്ങളിൽ അടങ്ങിയിരുന്ന് സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് സുഖിച്ച് ജീവിക്കാമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ തെരുവിൽ എങ്ങനെയാണോ നേരിടേണ്ടത് അത് ഈ നാട്ടിലെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങളെ നേരിടാൻ വരുന്ന ദിവസങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ ഉണ്ടാകും. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാക്കിർ ആഡൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാൽ, ട്രഷറർ ഷബീർ എടയന്നൂർ, സെക്രട്ടറി നസീർ പുറത്തിൽ, റാഫി കണ്ടോത്ത്, നസീർ അത്തായക്കുന്ന്, അസ്ലം പാറോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.